പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിലും ദൈവവചനം ധ്യാനിക്കുവാൻ വേണ്ടി കൃപയൊരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഒരു ദിവസം നമുക്ക് ഭൂമിയിൽ തന്ന ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഒരു കോടി നന്ദി എൻ്റെ യേശുപ്പച്ചന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വേറൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. ഇന്നത്തെ ദിവസത്തിന് ആധാരമായി നമുക്കൊരു വചനം വായിക്കാം. മീഖ 7:7. മീഖ 7:7. ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാനും യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനീതിമാനുമായ എൻ്റെ കർത്താവേ, ഈ ഒരു ദിവസം നമ്മുടെ മുന്നിൽ തന്നതിന് നന്ദി പറയുന്നു. എത്രയും പേർക്ക് ദിവസമാണ് അത് ലോകത്തിൽ മാറ്റപ്പെട്ടപ്പോൾ നമ്മളെ നമുക്കുള്ളവരെ കാക്കാൻ കരുതിയും ചെയ്യുന്ന വഴികൾ നന്ദി പറയുന്നുണ്ട് കർത്താവേ. എൻ്റെ ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ എന്നോട് ക്ഷമിക്കണേ. ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ എടുത്ത വചനം, അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈശോ തിരുത്തണേ അപ്പാ. എൻ്റെ കർത്താവ്, എൻ്റെ തെറ്റുകുറ്റങ്ങളൊന്നും കേൾക്കുന്ന ഒരു ജനത്തിൻ്റെ ഇതിലും അവിടെ അനുഗ്രഹത്തിന് കാരണമായി തീരാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പച്ച, ഈ ഒരു വചനം കേട്ട് ഒരു പാപിയെങ്കിലും മനസ്സന്തരപ്പെടേണ്ടെന്ന് അപ്പനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം സൈലേഷ് പിതാവേ, ആമേൻ. ആ വാക്യം ഇവിടെ വായിക്കാം. മീഖ 7:7. ഞാനും യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ രാജ്യത്ത് അനീതി വർദ്ധിച്ചിരുന്ന സമയത്തും മനുഷ്യരുടെ വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലുമാണ് ഈ പ്രവാചകൻ ഈ വാക്യം പറയുന്നത്. ചുറ്റും നിരാശയുണ്ടെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അതിൽ പറയുന്ന, നമ്മുടെ ചുറ്റും നിരാശകൾ നിറഞ്ഞിരിക്കുമ്പോഴും ചില മനുഷ്യർ എപ്പോഴും നിരാശപ്പെട്ടിരിക്കും. അവരെപ്പോഴും പറയും, അവർക്ക് എപ്പോഴും വിഷമം, ഭാര, പ്രയാസമെന്ന് പറയും. പക്ഷേ ഈ ഒരു വചനം എഴുതിയ സമയത്ത് ആ പ്രവാചകൻ്റെ ചുറ്റും നിരാശയുണ്ടെങ്കിലും പക്ഷേ ആ ഒരു പ്രവാചകൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? പ്രത്യാശ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത്, വാക്യത്തിലെ ഏറ്റവും ശക്തമായ ഒരു കാര്യമാണ്, എന്നാലും ഞാൻ. മറ്റുള്ളവർ വിശ്വാസം ഉപേക്ഷിച്ചേക്കാം, ചുറ്റുപാടുകൾ മോശമായിരിക്കാം, പക്ഷേ എന്നാൽ മീഖ പറയുന്നത്, എന്നാലും ഞാൻ. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം അത് ജനക്കൂട്ടത്തെ ആശ്രയിച്ചല്ല. അവരുടെ വിശ്വാസം പാലത്തിൽ കടന്നു വരുന്നവരുടെ വിശ്വാസം കണ്ടിട്ടല്ല അവർക്ക് വിശ്വാസം തോന്നേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. എൻ്റെ യേശുപ്പച്ചൻ എന്നെ സൗഖ്യമാക്കും, എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ ഭാരം മാറ്റും, എനിക്ക് ഒരു പുതിയൊരു ജീവിതം തരുമെന്ന്. അത് ദൈവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിൽ പിന്നെ യഹോവയെ നോക്കി കാത്തിരിക്കും. നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നവരാവണം. കാത്തിരിക്കുക എന്നത് വെറുതെ സമയം കളയുകയല്ല. നമുക്ക് ഓരോരുത്തരും മനസ്സിലിപ്പോൾ ചിന്തിക്കും, നമ്മൾ പ്രാർത്ഥിച്ചു പക്ഷെ നമുക്ക് വിടുതൽ കിട്ടുന്നില്ല, അതെന്തുകൊണ്ടാണ്? ജാതികൾ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വിടുതൽ കിട്ടുന്നു, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് വിടുതൽ കിട്ടുന്നില്ല? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് ദൈവം താമസിച്ചാണല്ലോ വിടുതൽ. അങ്ങനെയൊന്നും നമ്മൾ ചഞ്ചലപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ദൈവം പ്രവർത്തിക്കുന്നത് വരെ വിശ്വാസത്തോടെ നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥ കാത്തിരിപ്പ്. ദൈവത്തിൻ്റെ വരവടുത്തു. നമ്മളെപ്പോഴും ദൈവത്തെ കാത്തിരിക്കുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ആ ഒരു വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഇതിന് ആധാരമായി നമുക്കൊരു വചനം വയ്ക്കാം. യെശയ്യാവ് 40:31 ഇങ്ങനെ പറയും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിക്കും, ദൈവത്തിൻ്റെ സമയം ഒരിക്കലും തെറ്റുകയില്ല. എൻ്റെ രക്ഷയുടെ ദൈവം അവനൊരു യേശുപ്പച്ചനൊരു ദൂരെയുള്ള ദൈവമല്ല, ഒരു വ്യക്തിപരമായി അറിയുന്ന ദൈവമാണ്. നമ്മൾ ഓരോ മനുഷ്യരും ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കും, നമ്മളിപ്പോൾ പറയും ഞാൻ ജാതികളെ എതിർത്തിട്ട് പറയുന്നില്ല, അത് അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമുക്കൊരു ബിംബമില്ല, അല്ലെങ്കിൽ നമ്മളൊരു വിഗ്രഹത്തെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ മനസ്സിലൊരു ദൈവത്തിൻ്റെ രൂപമുണ്ട്. ആ ദൈവത്തിൻ്റെ രൂപം കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ പലരും ചിന്തിക്കുന്ന ദൈവം മരിച്ചു, ദൈവം ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നിപ്പോഴും ചിന്തിച്ചിരിക്കുന്ന പലരുമുണ്ട്.
നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും ദൈവത്തിൻ്റെ ശക്തി അതിലും വലുതാണ്. അത് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ ആ ഒരു വിശ്വാസം വേണം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വിശ്വാസം വേണം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഉടനെ തന്നെ ഒരു ഉത്തരം ലഭിച്ചില്ല എങ്കിലും നമ്മൾ ആരും ചിന്തിക്കരുത്, ഓ ദൈവം കേൾക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സങ്കീർത്തനം 38:15 പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങേക്ക് കാത്തിരിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരം നൽകും. ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നു, വിശ്വാസി കാത്തിരിക്കുന്നു, വിശ്വാസിയുടെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ പലരുടെയും ഇന്നത്തെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങൾ, രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിലില്ലായ്മ, ആത്മീയ പോരാട്ടങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ കാത്തിരിപ്പിനെയും നമ്മുടെ വിശ്വാസത്തെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത്തരം സമയങ്ങൾ നമ്മൾ ദൈവത്തോട് നമ്മൾ പറയണം, നമ്മൾ തന്നെ സ്വയം മനസ്സിൽ ചിന്തിക്കണം, ഭയപ്പെടേണ്ട, പ്രത്യാശ നഷ്ടപ്പെടരുത്. എൻ്റെ ദൈവം, ഞാൻ ദൈവത്തെ നോക്കിയാൽ കാത്തിരിക്കുന്നത്, ദൈവം എനിക്ക് ഉത്തരം തരുമെന്ന് നമ്മൾ മനസ്സിൽ സ്വയം വിശ്വസിക്കണം. നമ്മൾ ചിന്തിക്കണോ ദൈവം പ്രവർത്തിക്കുമോ, ആ ഒരു ചിന്ത പ്രവർത്തിക്കുമോ, ദൈവം അത്ഭുതം അയക്കുമോ എന്നൊന്നും ചിന്ത നമ്മളെ അങ്ങനെ ചിന്തിക്കരുത്. ദൈവം നമുക്കൊരു പ്രവൃത്തി നമുക്ക് അയക്കും. ദൈവം ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. നമ്മളൊരു കുഞ്ഞു പുഷ്പമായിരിക്കും ആഗ്രഹിക്കുന്നത്, പക്ഷെ ദൈവം ഒരു പൂന്തോട്ടം നമുക്ക് ദൈവം തരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ നാട്ടിൽ BS പഠിക്കാനൊക്കെ ആഗ്രഹിച്ചു, പക്ഷെ ദൈവം എനിക്ക് വലിയൊരു അത്ഭുതം എനിക്ക് തന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മേഖലയിൽ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. ഒത്തിരി പ്രയാസങ്ങൾ, കഷ്ടപ്പാടൊക്കെ വന്നപ്പോഴും ഇന്നത്തെത്തില്ലാന്ന് കരുതിയ മേഖലകളിൽ എൻ്റെ ദൈവം ഓരോ ദിവസവും എന്നെ താങ്ങി നടത്തി. ദൈവത്തിന് വേണ്ടിയുള്ള വിശ്വാസം എനിക്ക് വർദ്ധിച്ചു തന്നു. കാത്തിരിക്കാൻ എനിക്ക് പഠിപ്പിച്ചൊരു ദൈവം. കാത്തിരുന്നു ഞാൻ ദൈവത്തിന് വേണ്ടി. എനിക്കൊരു അത്ഭുതം കാണും. എൻ്റെ കൂടെയുള്ള പിള്ളേരൊക്കെ പഠിക്കാൻ പോയപ്പോൾ എനിക്ക് അഡ്മിഷൻ ആകുന്ന സമയത്തിലും അബ്രോഡ് നോക്കുന്ന സമയത്തിലൊക്കെ ഒത്തിരി ഭാരപ്പെട്ടു. എനിക്ക് കിട്ടില്ല എന്നൊരു അവിശ്വാസിയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ ദൈവം എന്നെ നടത്തി. കാത്തിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, കൂടുതൽ ഞാൻ ധൈര്യപ്പെട്ടു, വിശ്വസിച്ചു ഞാൻ ദൈവം. നമ്മളിപ്പോൾ ഇത് കേൾക്കുന്ന ഞാൻ ആ ഓരോ വ്യക്തിയോടും നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാം. എന്നാലും ഞാൻ യഹോവയെ നോക്കി കാത്തിരിക്കും നമ്മൾ കാത്തിരിക്കും എന്ന് നമ്മൾ തീരുമാനം എടുക്കും. നമുക്ക് മനുഷ്യർക്ക് നിരാശ ഉണ്ടാവാം, സാഹചര്യങ്ങൾ മാറാം, ലോകം മാറാം, പക്ഷെ എന്നാലും ദൈവം മാറുന്നില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെയല്ല, നമ്മുടെ കാത്തിരിപ്പ് വെറുതെയല്ല, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അന്നൊരു ചിന്തയിൽ ഈ ഒരു ദിവസങ്ങളിൽ മുന്നോട്ട് പോയി ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവരായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ ഞാൻ ഇരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ, കണ്ണുകളടയ്ക്കാം. മഹാപരിശുദ്ധനുമായ എൻ്റെ കർത്താവെ, ഈ ഒരു കേട്ട വചനം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി വിശ്വസിക്കുന്നവരായി, വിശ്വാസം എന്നത് ആശയത്തിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. എൻ്റെ കർത്താവെന്ന വചനം പറയുന്ന പോലെ ഈ ദിവസങ്ങൾ ഓരോ മനുഷ്യരും വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ വിശ്വാസികളായി തീരെ ദൈവത്തെ തള്ളി പറയാതെ ദിവസങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുക്കണമെന്ന് എൻ്റെ അപ്പനോട് അപേക്ഷിക്കുന്നു. ഈ വചനങ്ങളൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ എൻ്റെ കർത്താവെ ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വിശ്വാസത്തോടെ കാത്തിരുന്ന് എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ കടന്നു വരണമെന്ന് അപ്പനോട് അപേക്ഷിക്കുന്നു. എന്നെയും എൻ്റെ പഠന കാര്യങ്ങളൊക്കെ എൻ്റെ അപ്പനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ. അതുപോലെ എൻ്റെ ഭവനം, എൻ്റെ നാട്ടിലായിരിക്കുന്ന എല്ലാവരും, എൻ്റെ ആലയം ഒക്കെ ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സല്യൂഷൻ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.